ഇതിപ്പോ മരുന്നിന്റെ വല്ല റിഹേഴ്സലാണോ എന്ന് നമുക്കറിയാൻ എന്താഗ്രഹമുണ്ടോ ഞങ്ങൾ സാധിച്ചു തരാം. എന്താ വേണ്ട? എനിക്ക് നിങ്ങളുടെ സോക്കേട് കാണണം. അയ്യോ അത് എടുത്തില്ല കൊച്ചാപ്പിച്ച, മറന്നുപോയി എടുത്തില്ല. എന്തോ കൊള്ളത്തില്ല. ഇല്ലാട്ടി നമ്മളോട് ആരോട് പറഞ്ഞു അമ്മാരെ ഷോക്കാട് കൊള്ളത്തില്ല. വേറെ ഐറ്റങ്ങളൊക്കെ നമ്മൾ പുതിയതൊക്കെ ചെയ്യുന്നുണ്ട്. അത് അമ്മാവിന് വേണ്ടി എന്തെങ്കിലും ഒരു ഇത് പരിപാടി നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ചൊക്കെ എങ്ങനെ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുന്ന കണ്ടില്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അപ്പുറത്തേക്ക് ഇതാ അല്ല, ഞങ്ങൾ തന്നെ ഉള്ളത്. ആ സാറ് മറ്റേ സാറ് താടി വെച്ച സാറാണ്. ആ സാറൊക്കെ നമ്മ എപ്പോഴും ഒരു നോട്ടം ഇല്ലേടി. നമുക്ക് പിള്ളേരില്ല, അവരെപ്പോഴും ഒരു നോട്ടം ഉണ്ട്. എന്തിനാ എപ്പോഴും നിങ്ങളുടെ ഇവിടെ നാടകമല്ല നടക്കുന്ന? അങ്ങനെ എപ്പോഴും നിങ്ങൾ നോക്കി ശമ്പ എനിക്കറിയാം. എന്റെ പാരിച്ച് ചെറുപ്പ അതാണ് എന്റെ നോട്ടം. നിങ്ങൾ കട്ട മേടിച്ചിടണം. പിന്നെ ആ പൊന്നുകൊച്ചുണ്ട്, അതല്ല കൊച്ചു അതിന്റെ ഒരു ആ ഒരു ഐശ്വര്യമാണ്, ആ മുഖമാണ് എനിക്ക് ഇവിടെ കിടക്കാനൊരു ഐശ്വര്യം. അതിന് പകരം അയ്യോ എന്റെ ജീവൻ പകുതി ഊരി കളഞ്ഞ ഞങ്ങൾ എന്താ നല്ല സംഭവങ്ങൾ. നമ്മുടെ മുമ്പുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഫസ്റ്റ് പഞ്ച്. ഇത് ആശുപത്രി, നീ എന്ത് പറയുന്നത്? അതൊക്കെ ചെവി വായിച്ചു കൊടുക്കുക. ചെവി വായിക്കാം. മിമിക്രിയിൽ ഇറക്കിയത് ഞാൻ അത് ഓർമ്മ വേണം. അപ്പച്ചന് അവസാനം കിടക്കുമ്പോ ഒരു മിമിക്രി വേണം. ഒരു നല്ല സാധനം വേണം. കണ്ടോടാ, താളം പിടിക്കുന്നുണ്ടോ? നല്ല പഞ്ചായത്ത് താളം പിടിക്കുന്നുണ്ടോ? താളം പിടിച്ചല്ല, നിന്നെയൊക്കെ മാറ്റാൻ അവളെ വിളിച്ചു കൊള്ളത്തില്ല. എന്താ വേറെ എന്തോ ഉണ്ട് പുതിയത്? ഇതൊക്കെ ഞങ്ങളെ കൗണ്ടറൊക്കെ എഴുതുമായിരുന്നു വീട്ടിൽ. പുതിയത് എന്തോ ഉണ്ടാ? പുതിയ കൗണ്ടർ എന്താ പറയുന്നത് കൊച്ചപ്പച്ചി? ഈ അവസ്ഥയിൽ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തോ? പുതിയ കൗണ്ടർ എന്താ അവൻ എന്തെങ്കിലും ചെയ്യോ റെജി? അവന് നീ എന്തെങ്കിലും ഒരു ഐറ്റം കാണിക്കടാ. അവര് നോക്കും. ഇല്ല കുഴപ്പമില്ല, അവര് നമ്മളെ കുഴപ്പമില്ല. എന്നാ ഞാൻ നമ്മുടെ എങ്കിലും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ഇവിടെ ചപ്പിച്ചാന്റെ മുന്നിൽ നമ്മളെ ഈ വയറില്ലേ, വയറ് നമ്മൾ ഷർട്ട് ഇൻ ചെയ്യുന്ന പോലെ നമ്മൾ വയറിനെ നമ്മൾ ഇൻ ചെയ്ത് ഇല്ലാതാക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ വരിക, നമ്മളൊരു കല്യാണത്തിന് പോവാ. ആദ്യം വയറ് വേണമല്ല, വയറ് നമ്മൾ വയറുണ്ടാക്കി വയറുണ്ടാക്കി. അപ്പൊ ഈ വയറ് നമ്മൾ ഇൻ ചെയ്യണം. ഇൻ ചെയ്യുക. ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം പോയി. അപ്പൊ നമ്മൾ ശ്വാസം വിട്ടാലും ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ നിന്നോളൂ. അപ്പൊ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി ചോറൊക്കെ ഉണ്ടതിന് ശേഷം നേരെ വീട്ടിൽ വരുമല്ലോ, വളരെ റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്യണ സമയത്ത് അന്നേരം നമ്മൾ ഇൻ ചെയ്ത് അടിച്ചാൽ കിട്ടാൻ മതി. കണ്ടോ, അതങ്ങനെ ഒരു സംഭവം. അതാണ് വയറ് കുറയ്ക്കാൻ ഒരു പുതിയ സാധനം. വേറെ എന്താ സംഭവം? വേറെ ഞാൻ ചെയ്യുന്ന ഫിഗറാ. ആ മറ്റേ ഈ മണിയനീച്ചയുടെ ഫിഗർ. നല്ല ശമ്പം വേണം. നല്ല എങ്ങനെയുണ്ട്? ഇതൊരു മുറ്റ് വിറ്റായിരിക്കും. മറ്റേ അത് വേറൊരു ഫിഗറാണ്. കൈ അടിക്കണം, അതാണ്. കാണില്ലേ, എനിക്ക് കൈ പയ്യത്തല്ല, നീ അടിച്ചു അങ്ങോട്ട് ഓട്. ഇത് മുറ്റ് വിറ്റാണ്. എന്തോടാ സംഭവം? അതെന്തോ മറ്റേ എനിക്ക് ഐറ്റം കാണണം. ഐറ്റം കാണണം. ഞാൻ എന്തായാലും മറ്റേ ഐറ്റം ഒരു പുതിയ ത്രെഡാ. പുതിയ ത്രെഡാ ഞാൻ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഇറങ്ങിയ ത്രെഡാ, ഞങ്ങൾ കണ്ടുപിടിച്ച ത്രെഡാ. എന്തുവാ സ്റ്റേഷൻ പുതിയത്? പുത്തനാടാ. അപ്പൊ പ്രിയമുള്ളവര്, നമ്മളിവര് സാധാരണ ഓടിച്ചെല്ലാറുള്ളത് പോലീസ് സ്റ്റേഷനിലേക്കാണല്ലോ. ഇതുപോലെ ഒരു പോലീസ് സ്റ്റേഷൻ ഇതാ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് സ്വാഗതം. രാവിലെ ഒരു പോലീസ് സ്റ്റേഷൻ തുറന്നു വെച്ചിട്ട് ആരും കണ്ടില്ലല്ലോ. ഒരു പ്രതി പോലും ഇല്ലല്ലോ. റെഡി ആവണം. ഒരു പ്രതി വരാൻ പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. പറഞ്ഞു തീർന്നില്ല, ഒരു പ്രതി വന്നല്ലോ.
നീ അല്ലടാ എസ്ഐയുടെ വീട്ടിൽ കയറി മാല മോഷ്ടിച്ചത്? അയ്യോ അല്ല. കള്ളം പറയുന്നോടാ, നീ അല്ലടാ മാല അല്ല മോഷ്ടിച്ചത്? സാർ, ഞാൻ അല്ല സാർ. മാല മോഷ്ടിച്ച് നിന്ന് കള്ളം പറയുന്നു? ഇല്ല. പാട്ട് നിർത്തിട്ട് ഈ കോമഡിക്കാരുടെ പരിപാടിയെല്ലാം ഞാൻ കാണും, എല്ലാം മൊത്തം കാണും. എനിക്കൊരു സംശയമുണ്ട്. എന്താ? ഈ ആസ്ഥാനത്ത് ഒരു തൊഴിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പാട്ടം കേൾക്കുവോ? എനിക്കൊരു സംശയം, ഈ ആസ്ഥാനത്ത് റേഡിയോ വല്ലതും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, അതങ്ങനെ ചെയ്താലേ അത് അങ്ങനെ. വേറെ എന്തോ ഉണ്ട്, വേറെ എന്തോ ഉണ്ട്, വേറൊരു പുതിയൊരു ഐറ്റം, വേറെ എന്തോ ഉണ്ട്. മറ്റേ ഐറ്റം ചെയ്യാം. നല്ലതായിരിക്കണം. അത് നീ കഴിഞ്ഞ സ്റ്റേജിൽ ശരിയാക്കിയില്ല കേട്ടോ. നല്ല തെറ്റിച്ചാ കളിക്കുന്ന മൊത്തം. ഇതിപ്പോ കൊച്ചാപ്പിച്ചാന്റെ മുന്നിലല്ലേ, ഞാനിതാ കലക്കും. അടിപൊളിയാവും. നല്ലതായിരിക്കും. ആ, പ്രിയമുള്ളവരെ, നമ്മൾ ഓടിച്ചെല്ലുന്ന ബസ് സ്റ്റാൻഡിലേക്കാണോ? ഈ 2-3 പേര് ചേർന്നോണ്ടുള്ള ഐറ്റമാ. ഞങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്താ കളിക്കുന്നത്. കൈയടിച്ചണം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഓടിച്ചെല്ലുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണല്ലോ. ഇതുപോലൊരു ബസ് സ്റ്റാൻഡ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ബസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ്. ഒരു പൂവാലം വരുന്നു. ഇവന്റെ ഒരു ശല്യം. ശബ്ദം മാറിയില്ല, ശബ്ദം ഇതല്ല, ശബ്ദം ഇതല്ലായിരുന്നല്ലോ. അത് കോമഡിക്ക് നമ്മുടെ ശബ്ദം മാറ്റി. എന്താ പേര്? ഹലോ ഹലോ, എന്താണാവോ? ഇയാളെന്തിനാ എന്നെ അടിച്ചേ? എല്ലാവർക്കും അടിച്ചാൽ എനിക്ക് അടിച്ചാലല്ല. ക്ലൈമാക്സ്, പഞ്ച് ക്ലൈമാക്സ്. നല്ല സംഭവം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ പകുതിക്ക് ജീവൻ വേണം. എനിക്ക് പകുതിക്ക് ആശ്വാസം ഉണ്ടല്ലേ? ആശ്വാസം ഉണ്ടല്ലോ. ഇപ്പൊ ഭയങ്കര ആശ്വാസമുണ്ട്. നമ്മളെ എങ്ങനെയല്ലേ ഇനിയിപ്പോ വീട് പിടിച്ചാൽ മതി എന്നുള്ളൊരു ഞാൻ പറഞ്ഞില്ലേ സംഭവം. നമ്മുടെ ഇനി ചെയ്യാനുള്ള പല പല ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. വേറെ എന്തായിരുന്നു? ഒരു കൗണ്ടർ. കൗണ്ടർ പറ, വിഷമമാണേലും കേക്കട്ടെ. എനിക്ക് വിഷമം വരുന്ന കൊച്ചാപ്പിച്ചാന്റെ അവസ്ഥ പറയണോ? പുതിയതാണോ? പുതിയ കൗണ്ടർ. പുതിയതാണെങ്കിൽ പറഞ്ഞാൽ മതി, പഴയത് പറയില്ല. കൊച്ചി കണ്ടവൻ അച്ചു വേണ്ട, കൊല്ലം കണ്ടവൻ എല്ലാം വേണ്ട, കൊല. ഞങ്ങളൊക്കെ എന്നെ തിരിയാന്നറിയോ? നല്ല നല്ല ഇതായി, നല്ല മൂടായി. രണ്ട് കോമഡി സംഭവം, കോമഡി കണ്ടപ്പോ നോക്ക് ഡോക്ടർ. എന്നെ എനിക്ക് ഒരു ഭയങ്കര ആശ്വാസം ഇപ്പൊ തോന്നുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ശ്വാസം വലിച്ചോട്ടെ. കൈ എടുത്തേ. അങ്ങനെയല്ല, കറക്റ്റാണ്. പൾസ് ഓക്കെയാണ്, ഹാർട്ട് ബീറ്റ് ഓക്കെയാണ്, സമയമല്ല, എല്ലാം ഓക്കെയാണ്, എല്ലാം റെഡിയാണ്. ഇതെങ്ങനെ പേരായി? ഞാൻ അന്തവിട്ടു. എനിക്ക് മനസ്സിലാവുന്നില്ല. മക്കള് വന്ന് എന്തൊക്കെയോ കാണിച്ച് അത് കേട്ട് ചിരി ചിരി ചിരിച്ച് ഉഷാറായതാ. നിങ്ങളാരാ? ഞങ്ങള് മിമിക്രിക്കാരാ. നിങ്ങൾ കേട്ടിട്ടാണോ? സത്യം പറഞ്ഞാൽ ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ മിമിക്രിക്കാര് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. കാരണം ഞങ്ങൾ മിമിക്രിയിൽ ഞങ്ങൾ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ സംഭവമായ ചില ആൾക്കാരൊക്കെ ഉണ്ട്. സാറിനറിയോ, മലയാള സിനിമയിൽ തലപ്പത്തിരിക്കുന്ന പലരും മിമിക്രിക്കാരാ. ആണോ? ഈ മിമിക്രി ഒരു സംഭവം കേട്ടോ. ഇന്ന് കൊച്ചിയിലുള്ളൊരു ട്രോഫി എന്നും ചിരിയുടെ ലഹരിയിൽ ഉയരാൻ ജനം ഒരുങ്ങണതൊരു കല മാത്രം. മിമിക്രിയ പല സൂപ്പർ സ്റ്റാർസും മിമിക്രിയ, പല ഡയറക്ടേഴ്സും മിമിക്രിയ, പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും മിമിക്രിയ. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 minutes fun star. ടീം പാണ്ടിപ്പടയുടെ ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ട് ആണ് നമ്മൾ കണ്ടത്. അതിൽ കുറേ പേര് ഇവരെ സപ്പോർട്ട് ചെയ്തു. അവരെ ഒന്ന് പരിചയപ്പെടാം. സിന്ധു, സ്മിത, ദീപക്, രാജേഷ്. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, നന്നായിരുന്നു. പ്രത്യേകിച്ച് സ്മിതയ്ക്കായിരുന്നു കൂടുതൽ ഇതിനകത്ത് അഭിനയിക്കാനുണ്ടായിരുന്നത്. നന്നായിരുന്നു സ്മിത. അപ്പോൾ ഇനി ജഡ്ജസിൻ്റെ കമൻസിലേക്ക് കിടക്കാം അല്ലേ? എല്ലാ മിമിക്രിക്കാരെയും ഒന്ന് നന്നായിട്ട് പുകഴ്ത്തി. ഈ കട പാട്ടിട്ട് ഇക്കാനെ സുഖിപ്പിച്ചു. അപ്പോൾ അത് സുഖിച്ചോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ ഇക്ക? നല്ല കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അനീഷ് ബാലിൻ്റെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തത് ഗംഭീരമായിരുന്നു കേട്ടോ. മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയ സാധനം ആ കൈവിരൽ വെച്ചിട്ട് അതെങ്ങനെയായിരുന്നത് ഒന്നുകൂടി പറഞ്ഞേ. അതെ, ഇവനെ നമ്മളെ റജിക്ക് ഇപ്പം അവനെന്നെ നാണം വരേണ്ട കാര്യമുണ്ടോ? എന്തിനാ കാണിക്കുന്നത്? അതെ, കുഞ്ഞിനാളിലെ അവനവിടെ ചെല്ലുമ്പോൾ റജി എന്തോ ഉണ്ട് വേണ്ട
ഇത്രയുള്ള റെജി അന്ന് ഇത്രയുള്ള റെജി നീയോ നീ ചിരിക്കണ്ട, നീ ഇന്നെ പറ്റിട്ടപ്പോ നീ ഇത്രയുള്ളു. ഇപ്പോഴാ ഈ പൊണ്ണത്തടിയൊക്കെ നിനക്ക് വന്നത് കേട്ടോ. ഇത് ഞാനും അവള് കണ്ട, അവൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇതേണ്ട വലുതാണ്. ഇതോ ഇതാണ് എൻ്റെ ശത്രു മുരളി. അവനെ എനിക്ക് ഇഷ്ടമല്ല. മുരളി എന്നെ പറ, എന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ബെറൽ വേണ്ട എനിക്ക്. ഇത് കുറെ നാളെ കളാൻ വെച്ചു. ഇത് പോട്ടെ മുരളി. എന്നറിയോ, നമുക്കിത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മിമിക്രിയിലെ തമാശകളെ കളിയാക്കി. മിമിക്രിയിൽ സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന കുറേ തമാശകൾ, മുട്ടിനിടിക്കുമ്പോൾ അസ്ഥാനത്ത് മുട്ടിനിടി കൊണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പാട്ട് വരുന്നത് കുറേ, അല്ലെങ്കിൽ ഒന്നിലേക്ക് കിളി പോയി, അല്ലെങ്കിൽ പിന്നെ എന്താണ് ലഡു പൊട്ടി, അല്ലെങ്കിൽ പാട്ട്, കുറേ നല്ല കുറേ പാട്ടുകൾ എടുത്തിട്ട് നമ്മൾ അസ്ഥാനത്തെ കോമഡി ആക്കിയിട്ടുണ്ട്. അതിനെല്ലാം കൊന്നുകൊല വിളിച്ചിട്ട് നമ്മളുടെ മിമിക്രിക്കാരുടെ പല കോമഡികളെയും കളിയാക്കി നിങ്ങൾ തന്നെ ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ട്രെൻഡ് നല്ലതാണ്. കാരണം നമ്മളെ കളിയാക്കുക എന്ന് പറയുന്നൊരു സംഭവം നല്ല. നമ്മളിലേക്കൊരു നോട്ടം. ഏതാ? നമ്മളിലെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. തിരിഞ്ഞു നോക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിനെ കളിയാക്കിയിട്ട് ഇതേ സാധനങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവന്ന് കളിക്കുമ്പോഴുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഡോക്ടർ നന്നായിരുന്നു, ഒരു ലൈഫ് കളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്മിത ശരത്ത് എല്ലാം മിമിക്രിക്കാർ വന്ന് അതിൻ്റെ മേളിൽ കയറി കിടന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഒടിഞ്ഞു കുടുങ്ങി ആ കട്ടിലെല്ലാം കൂടി താഴേക്ക് പോകുമെന്ന് വിചാരിച്ച്. ആ 2 ഭാരം താങ്ങാനായിട്ടുള്ള കെൽപ്പ് അതിനുണ്ടായിരുന്നെന്ന് വിചാരിച്ചില്ല. ഏതായാലും ടോട്ടൽ ഒരു രസമുണ്ടായിരുന്നു കാണാനായിട്ട്, ബോറടിപ്പിച്ചില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരു സ്കിറ്റ് നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട അത് നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആർട്ടിസ്റ്റുകളായതുകൊണ്ട് മാത്രം നിന്നാണ്. അല്ലെങ്കിൽ ഇത് ചീറ്റി പോയാണ്. നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. പ്രസാദ് ഏട്ടാ. അനീഷ് പാൽ സാർ, നിങ്ങളൊരു സൂപ്പർ നടനാണ് കേട്ടോ. താങ്ക് യു സാർ. കാരണം ഒരു കലാകാരൻ നിലക്ക് മെച്ചേർഡ് ആവുന്ന എപ്പോഴാണെന്ന് അറിയുമോ? അവൻ സ്വയം വിമർശനത്തിന് വിധേയനാകുമ്പോഴാണ്. നമുക്ക് നമ്മെ വിമർശിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും മെച്ചേർഡ് ആവുന്നത്. മിമിക്രിയുടെ ക്ലൈമാക്സിനെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ കോമഡി സാധാരണ മിമിക്രി കോമഡി അല്ല, നാച്ചുറലായിട്ടുള്ള ലൈഫായിരുന്നു. റെജിയും എല്ലാവരുടെ പെർഫോമൻസ് മിമിക്രി കോമഡി അല്ല നിങ്ങൾ ചെയ്തത്. അതാണ് നിങ്ങൾ മിമിക്രിയെ കുറ്റം പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിങ്ങൾ അവതരിപ്പിച്ച കോമഡി മിമിക്രി കോമഡി അല്ലാതെ നാച്ചുറലായിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുവന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇതിനകത്തുള്ള ഹൈലൈറ്റ്. ബാക്കിയുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു, പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. മണിയനീച്ച അതങ്ങനെ കുറേ കൗണ്ടറുകളുണ്ടായിരുന്നു കേട്ടോ.